Allahu Ekber, Allahu Ekber, Allahu Ekber, Allahu Ekber. Eşhedü en la ilahe illallah. പ്രിയ സുഹൃത്തുക്കളെ, കാരുണ്യവാനും കരുണാവാരിധിയുമായ സർവേശ്വരന്റെ രക്ഷയും സമാധാനവും ഏവരിലും വർഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2026 മെയ് 1 വെള്ളിയാഴ്ച മെയ് ദിനത്തിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിനടുത്ത് ചെമ്മാണിയോട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ ഇലാഹിയ മസ്ജിദ് വളരെ വ്യത്യസ്തവും മഹത്തരവുമായ ഒരു ജുമാ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അവിടെ നടന്ന ജുമാ പ്രാർത്ഥനയിൽ ആ പ്രദേശത്തുള്ള ജാതിമത ഭേദമന്യേ സഹോദര സമുദായത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് 30ഓളം ആളുകൾ ജുമാ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. പരസ്പര സ്നേഹമാണ്, സഹാനുഭൂതിയാണ്, സഹോദര എന്ന വിധിയാണ്. ഇതിന് തുടക്കം കുറിച്ച ഈ ആരാധനായ ചുമതലക്കാരോട് വളരെ നന്ദിയുണ്ട്. നമുക്ക് ചെമ്മാണിയോടും മേലാറ്റൂരൊക്കെ ഈ സംസ്കാരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രമേ പറയാം. ഓക്കെ, അതിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഒരു ആധികാരികത എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ആളുകൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ നമുക്കിടയിലുള്ള പല ധാരണകളും തിരുത്തപ്പെടും എന്നുള്ളതാണ്. ചെറിയൊരു ആശങ്കയോട് കൂടി തന്നെയാണ് ഞാൻ ആ സ്റ്റെപ്പ് കയറി പോയത്. പക്ഷെ അവിടെ ഇത് കഴിയുന്നത് വരെ ഇരുന്നിട്ട് ആരും എന്നോട് എന്തേ ഇവിടെ ഇരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അന്നേ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ പലരും കയറി പോകുന്നില്ല എന്നതാണ് പ്രശ്നം എന്നാണ് എനിക്ക് അന്ന് മനസ്സിലായി. പറഞ്ഞാൽ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചൊരു വേറിട്ട കാര്യം തന്നെയാണ്. പക്ഷെ പുരുഷന്മാർക്ക് പള്ളിയിൽ ഇതുവരെ കയറി ഞാൻ കണ്ടിട്ടില്ലാത്ത ഇപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി വളരെ നല്ല കാര്യം. പള്ളികളിലെല്ലാം വിശുദ്ധതയോടെ ആർക്കും കയറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആസുരമായ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത മതവിശ്വാസികൾക്കിടയിൽ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ഈ സ്നേഹസംഗമത്തെ അതിൽ പങ്കെടുത്ത എല്ലാവരും മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ഉണ്ടായി. ശേഷം പള്ളിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഓരോരുത്തരും അവരുടെ മാനവികൈക്യത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും സ്നേഹനിർഭരമായ സദ്യ കഴിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടണമെന്ന പ്രത്യാശയോടെ പിരിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്.